Question number 12, A part, find the value of sin 75 degree. നമുക്ക് sin 75 ഡിഗ്രിയുടെ വിലയാണ് അറിയേണ്ടത്. അപ്പോൾ sin 75 ഡിഗ്രി ഈ പടത്തിൽ നിന്നാണ് കണ്ടത്, അല്ല പടത്തിൽ നിന്നല്ല. sin 75 ഡിഗ്രി കാണാനായിട്ട് sin 45 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി ചെയ്താൽ മതി. ഇതേത് ഫോർമുലയാണ്? സൈൻ ഓഫ് എ പ്ലസ് ബി അല്ലെങ്കിൽ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ആ ഫോർമുല പ്രകാരം സൈൻ 45 ഡിഗ്രി കോസ് 30 ഡിഗ്രി പ്ലസ് കോസ് 45 ഡിഗ്രി സൈൻ 30 ഡിഗ്രി സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ സൈൻ 45 ഡിഗ്രി കോസ് 30 ഡിഗ്രി പ്ലസ് കോസ് 45 ഡിഗ്രി സൈൻ 30 ഡിഗ്രി. എല്ലാത്തിൻ്റെയും വില നമുക്കറിയാം. സൈൻ 45 ഡിഗ്രിയും കോസ് 45 ഡിഗ്രിയും 1/√2 രണ്ടുവരെയും, കോസ് 30 ഡിഗ്രി √3/2 സൈൻ 30 ഡിഗ്രി 1/2. അപ്പോൾ √3/2 √2 പ്ലസ് 1/2 √2 √3 പ്ലസ് 1/2 √2 എന്നാണ് ആൻസർ. ഇങ്ങനൊരു പടം തന്നിട്ട് അതിൽ നിന്നൊരു കാര്യം കണ്ടുപിടിക്കാനാണ്. ഈ പടം കൃത്യമായിട്ട് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റി വരച്ചത്. വീണ്ടും ഞാൻ വരച്ചു. എല്ലാം ഒറ്റ പടം തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഈ ലാസ്റ്റത്തെ പടം വരച്ചാൽ മതി. ഇൻ ദി ഫിഗർ ആംഗിൾ എ ഒ ബി, സർക്കിളിൻ്റെ സെൻറ്ററാണോ എ? നിങ്ങൾ നല്ല കോമ്പസൊക്കെ വെച്ച് നല്ല സർക്കിൾ വരയ്ക്കുക. സർക്കിളിൻ്റെ സെൻറ്ററാണോ എ? ആംഗിൾ എ ഒ ബി 30 ഡിഗ്രി, റേഡിയസ് 2 യൂണിറ്റ്. ഇത് 2 ആണ്. അപ്പോൾ ഇത് 2 ആണ്, ഇതും 2 ആണ്. ഒ എയും ഒ ബിയും റേഡിയസാണ്. അത് രണ്ടും 2 ആകുമ്പോൾ ഒ ബിക്കെതിരെയുള്ള ആംഗിൾ എയും ഒ എക്കെതിരെയുള്ള ആംഗിൾ ബിയും സെയിം ആയിരിക്കും. രണ്ട് ആംഗിളും സെയിം ആയിരിക്കും. ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി, അതിൽ 30 എടുത്തു, ബാക്കി 150. അത് രണ്ടായിട്ട് മുറിയും. 75 ഡിഗ്രി വെച്ചാണ് ഈ രണ്ട് ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ആർക്കിൻ്റെ നീളമാണ് കാണേണ്ടത്. ഈ പറയുന്ന എ പി ബി എന്ന ഈ ചെറിയ ആർക്കിൻ്റെ നീളം, എ പി ബി എന്ന ആർക്കിൻ്റെ നീളമാണ് കാണേണ്ടത്. അപ്പോൾ എ പി ബി എന്ന ആർക്കിൻ്റെ നീളം എന്ന് പറയുന്നത് എൽ എന്ന് പേരിട്ടു. എൽ ഈസ് ഇക്വൽ ടു ആർ തീറ്റ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൽ ഈസ് ഇക്വൽ ടു ആർ തീറ്റ. നിങ്ങൾക്കറിയാം ആർ 2 ആണ്. തീറ്റ എന്ന് പറയുന്നത് ഈ ആർക്ക് സെൻറ്ററിലുണ്ടാക്കുന്ന ആംഗിൾ, എ പി ബി എന്ന ആർക്ക് സെൻറ്ററിലുണ്ടാക്കുന്ന ആംഗിൾ. ആർക്കിൻ്റെ രണ്ട് എൻ പോയിൻറ്റ്സ് എയിൽ നിന്നും അടുത്ത എൻ പോയിൻറ്റ് ബിയിൽ നിന്നും സെൻറ്ററിലേക്ക് ഇങ്ങനെ വരയ്ക്കുക. അന്നേരം അവിടെ ഒരു ആംഗിൾ വരുന്നത് കാണാം, 30 ഡിഗ്രി. അപ്പോൾ തീറ്റ 30 ഡിഗ്രിയാണ്. എൽ ഈസ് ഇക്വൽ ടു ആർ തീറ്റ. ആർ 2 യൂണിറ്റാണ്, തീറ്റ 30 ഡിഗ്രിയാണ്. പിന്നെ ഈ ഫോർമുലയിൽ തീറ്റ റേഡിയമെട്രി വേണമെന്നുണ്ട്. അതുകൊണ്ട് 30 ഡിഗ്രിന്ന് എഴുതാതെ 5/6 എന്നിട്ട് വേണം ചെയ്യാൻ. 2 × 5/6 2 × 3.14/6. അങ്ങനെ നമുക്ക് 3.14/3 കാൽക്കുലേറ്റർ വഴി ചെയ്യുക. 1.05 യൂണിറ്റ്. യൂണിറ്റ് എന്ന് എഴുതണം. കാരണം എന്നാന്ന് വെച്ചാൽ എല്ലല്ലേ, ആർക്ക് ലെങ്ത് അല്ലേ, അതുകൊണ്ട്. ഇനി ഫൈൻഡ് ലെങ്ത് ഓഫ് കോഡ് എ ബി ആണ് ചോദിച്ചേക്കുന്നത്. കോഡ് എ ബി എന്ന് വെച്ചാൽ ഈ രേഖാഖണ്ഡം എ ബി ആണ്. സർക്കിളിലെ രണ്ട് പോയിൻറ്റ്സ് എയും ബിയും ചേർന്നുണ്ടാകുന്ന ലൈൻ സെഗ്മെൻ്റാണ് കോഡ്. അപ്പോൾ കോഡ് എ ബി, ഇതിൻ്റെ നീളമാണ് ചോദിച്ചേക്കുന്നത്. കോഡ് എ ബി നിങ്ങൾക്കറിയാം, അത് ചുമ്മയൊന്നും കിട്ടുമൊന്നുമില്ല. ഈ ട്രയാങ്കിൾ വെച്ച് ഒക്കെതിരെ സ്മോൾ എ, ബിക്കെതിരെ സ്മോൾ ബി, എക്കെതിരെ സ്മോൾ എ. അപ്പോൾ എക്കെതിരെ സ്മോൾ എ, ബിക്കെതിരെ സ്മോൾ ബി ആണെങ്കിൽ ഒക്കെതിരെ സ്മോൾ സി എടുക്കാം. അപ്പോൾ നമുക്ക് a/sin a = b/sin b = c/sin o ആണ് വരുന്നത്. ആ സിയുടെ സ്ഥാനത്ത് കോഡ് എ ബി ആണ് വന്നേക്കുന്നത്. കോഡ് എ b/sin o. സ്മോൾ എ ഈ ആംഗിൾ എക്കെതിരെയുള്ള ഈ സൈഡ്. അപ്പോൾ a/sin a സമം ഇത് ബി, സ്മോൾ ബി, b/sin b സമം ഇത് കോഡ് എ b/sin o. ഇങ്ങനെയാണ് വരുന്നത് സൈൻ റൂള്. എ നമുക്ക് ബിയും നമുക്കറിയാം. അതായത് ആംഗിൾ എക്കെതിരെയുള്ള സൈഡ് സ്മോൾ എ 2 യൂണിറ്റ്, ആംഗിൾ ബിക്കെതിരെയുള്ള സൈഡ് സ്മോൾ ബിയും 2 യൂണിറ്റ്. പിന്നെ അപ്പോൾ 2/sin എയും 75 sin ബിയും 75 ഡിഗ്രി വെച്ച്, അപ്പോൾ 2/sin 75 ഡിഗ്രി സമം 2/sin 75 ഡിഗ്രി സമം എ ബി/sin o എന്ന് പറയുന്നത് 30 ഡിഗ്രി. പടത്തിൽ കണ്ടില്ലേ, o എന്ന് പറഞ്ഞ ആംഗിൾ 30 ഡിഗ്രി. അവിടെ വരെ എത്തി. നിങ്ങൾക്ക് എങ്ങനെയില്ലേ കോഡ് എ ബിയുടെ നീളം ഒന്ന് കണ്ടാൽ മതി.
അപ്പോൾ 2/sin75 2/sin75 AB/sin30 ആണ്. ഇത്രയും കാര്യം മാത്രം എടുത്ത് ചെയ്താൽ മതിയല്ലോ, sin30 കിട്ടുമല്ലോ. 2/sin75 AB/sin30. 2 കണക്കിൻ്റെ എ പാർട്ട് sin75 കാണാനായിരുന്നു. അത് നമ്മൾ കണ്ടുവെച്ച വില നമ്മുടെ കയ്യിലുണ്ട്. √3 + 1/2 √2 = AB/sin30 വില നമ്മൾ ഓർത്തെടുക്കണം. 1/2 ആണത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 1/2 × 2 √3 + 1/2 √2 × AB. അപ്പോൾ നമുക്ക് AB കാണാൻ പറ്റും. ഇത് ചെയ്യുമ്പോൾ 1/√3 + 1/2 √2 എന്ന് വെച്ചാൽ 2 മുകളിൽ വരും, √3 + 1 താഴെ വരും. അങ്ങനെയാണ് കോഡ് ABയുടെ നീളം കണ്ടത്. ഇത് വലിയ കണക്കാണ്. ഈ ട്രയാങ്കിളിൽ ഏതൊരു ട്രയാങ്കിളിലും സൈൻ റൂൾ അപ്ലൈ ചെയ്യാം. സ്മോൾ a ബൈ ഇതാണ് സ്മോൾ a ബൈ സൈൻ a സ്മോൾ b, ഇത് ബൈ സൈൻ b കോഡ് AB ബൈ സൈൻ O. അതിൽ നമുക്ക് അറിയാൻ കൊള്ളാത്തത് കോഡ് AB മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ വിലയും അറിയാം. അപ്പോൾ ഇത് മാത്രം, ഈ രണ്ട് കാര്യങ്ങൾ ഇതിൽ സെയിം ആണല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ മതിയല്ലോ AB കാണാനായിട്ട്. അതെടുത്തു. sin75 വില എ പാർട്ടി ചെയ്തിട്ടുണ്ട്. √3 + 1/2 √2 sin30 വില 1/2. ഇത്രയും വിലകളൊക്കെ ഇട്ട് കഴിയുമ്പോൾ AB മാത്രം കാണാനേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 13. ഫൈൻഡ് ദി സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ sin x + sin 3x + sin 5x 0. സൊല്യൂഷൻ കാണാൻ പറഞ്ഞാൽ അവിടെ അറിയാൻ പാടാത്ത എക്സിൻ്റെ വില കാണുക. sin x + sin 3x + sin 5x 0. രണ്ടും കൂടി ഒന്നിച്ചാക്കി sin x + sin 5x, ഇത് രണ്ടും കൂടി ഒന്നിച്ചാക്കിയത് ആദ്യത്തെയും മൂന്നാമത്തെയും. കാരണം മറ്റൊന്നുമല്ല, ആംഗിൾ കൂട്ടിയിട്ട് പകുതി കൂട്ടുമ്പോൾ 6x, പകുതി എടുക്കുമ്പോൾ 3x അങ്ങനെ വരുന്നുണ്ട്. ഈ വേർപെടുത്തി നമ്മൾ വെച്ചിരിക്കുന്ന ആംഗിൾ തന്നെ വരുന്നവർ അതിനാണ് അങ്ങനെ. sin x + sin 5x ഗ്രൂപ്പാക്കി. + sin 3x = 0. സൈനും സൈനും കൂട്ടിയാൽ 2 sin cos. അപ്പോൾ 2 sin കൂട്ടിയിട്ട് പകുതി 3x, കുറച്ചിട്ട് പകുതി എക്സിൽ നിന്ന് 5x കുറച്ചാൽ -4x ആണ് അതിൻ്റെ പകുതി, -2x. + sin 3x = 0. sin 3x പുറത്തെടുത്തു. 2 cos 2x + 1 = 0. cos -θ cos θ തന്നെ. അപ്പോൾ cos -2x cos 2x തന്നെ. ഒന്നുകിൽ sin 3x 0 അല്ലെങ്കിൽ 2 cos 2x + 1 0. sin 3x 0 അല്ലെങ്കിൽ 2 cos 2x - 1. sin 3x 0 അല്ലെങ്കിൽ cos 2x - 1/2. ഇത് നമുക്ക് cos 2x cos 120 ആണ്, -1/2. cos 120 അതായത് 2π/3. അതെപ്പോഴും ഓർത്തിക്കണം. cos 120 അതായത് 2π/3 ആണ്, -1/2. ഇതിന് പറ്റിയ ഫോർമുല sin x 0 implies x n/, എന്നാണ്. പക്ഷേ ഇതിന് പറ്റിയ ഫോർമുല cos x cos y implies x 2n/, ± y എന്നാണ്. ഇതിന് പറ്റിയ ഫോർമുല cos x cos y implies x 2n/, ± y എന്നാണ്. അപ്പോൾ sin x 0 implies x n/, വരുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 3x. അപ്പോൾ 3x n/, വരും. അപ്പോൾ x n/3 ആണ്. n belongs to z. ഇത് നമ്മൾ ഈ ഫോർമുലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 2x വരും, വൈയുടെ സ്ഥാനത്ത് 2π/3 വരും. അപ്പോൾ നമുക്കിത് എഴുതുമ്പോൾ 2x = 2n/, ± 2π/3 എന്നാണ്. 2 എല്ലായിടത്തും കളയുമ്പോൾ x n/, ± π/3. n belongs to z. അപ്പോൾ നാലാമത്തെ കണക്കോടെ നോക്കിയേക്കാം. ഫൈൻഡ് sin 75. അത് നമ്മൾ നേരത്തെ ചെയ്തതല്ലേ, നേരത്തെ കണക്കിൽ പഠിച്ചതാണ്. ബി പാർട്ട്. ദ ഫിഗർ ഷോസ് ട്രയാങ്കിൾ ABC, ഇതാണല്ലോ, വിത്ത് സൈഡ് AC for √2 യൂണിറ്റ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സർക്കിൾ. ഒരു സർക്കിളിൽ അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. സർക്കിൾ ഓഫ് റേഡിയസ് 4 യൂണിറ്റ്. ലെങ്ത് ഓഫ് ദ ആർക്ക് BDC. ഇതാണ് BDC എന്ന ആർക്കിൻ്റെ നീളം 10π/3 യൂണിറ്റ് എങ്കിൽ ആംഗിളെ ഡിഗ്രി മെഷറിൽ കാണുക. ആംഗിളെ ഡിഗ്രി മെഷറിൽ കാണുക. പിന്നെ ABയുടെ നീളവും BCയുടെ നീളവും കാണുക. ഇത്രയും ക്വസ്റ്റ്യനാണുള്ളത്. ബി പാർട്ട്. അതിൽ എ പാർട്ടും ബി പാർട്ടും ക്വസ്റ്റ്യൻ ഉള്ളത്. അതിൽ എ പാർട്ട് sin 75 നേരത്തെ തൊട്ട് മുന്നിലത്തെ കണക്കിൽ ചെയ്തുകൊണ്ട് അത് ചെയ്യുന്നില്ല. ബി പാർട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ വെച്ച് 14ാമത്തെ കണക്ക് തീരുവാണ്.
ഈ പടം ഞാൻ ഒന്നുകൂടെ ശരിക്കും ഒന്ന് വരച്ചതായത്. ഈ പടം എന്ന് പറയുന്നത് ഞാൻ പലതവണ വരച്ച് നോക്കി ലാസ്റ്റാണ് ശരിക്കും വരച്ചത്. ഇതാണ് വരയ്ക്കേണ്ടത് നിങ്ങൾ. ആംഗിൾ സി ആണ് 60 ഡിഗ്രി അവർ തന്നിട്ടുള്ളൂ. പിന്നെ സെൻറ്ററൊക്കെ വേണം, കാരണം അതിൻ്റെ റേഡിയസ് 4 യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് സെൻറ്ററൊക്കെ വരച്ചു. ബി ഡി സിയുടെ ആർക്ക്, ബി ഡി സി ഇതാണ്. ബി ഡി സിയുടെ ആർക്ക് 10π/3. അപ്പോൾ ആർക്ക് ബി ഡി സി പരിഗണിക്കുക. റേഡിയസ് 4 ആണ് സർക്കിളിൻ്റെ. ആർക്കിൻ്റെ നീളം 10π/3. എല്ലാണ്. L = 10π/3. നമുക്ക് L = r തീറ്റ എന്നൊരു ഫോർമുലയുണ്ട്. അപ്പോൾ തീറ്റ കാണാനായിട്ട് L/r ചെയ്താൽ മതി. അതായത് ഈ ആർക്ക് ബി ഡി സിയുടെ അഗ്രബിന്ദുക്കൾ ബിയും സിയും സെൻറ്ററിലേക്ക് വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ വരും. അതാണ് ഈ ഫോർമുലയിലെ തീറ്റ. ഈ തീറ്റയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. L/r വെച്ച് 10π/3/4, അതായത് 10π/3 × 1/4 എന്ന് പറഞ്ഞാൽ 10π/12, അതായത് 5π/6. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ആംഗിള് 5 × 30 ഡിഗ്രിയാണ്. ഇത് 30 ഡിഗ്രി എന്ന് വെച്ചാൽ 150 ഡിഗ്രിയാണ് ഈ ആംഗിള്. ഇത് 150 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ അതിൻ്റെ പകുതിയാണ്. അപ്പോൾ ഇത് 150 ഡിഗ്രി ആയതുകൊണ്ട് ഈ ആംഗിൾ 75 ഡിഗ്രിയാണെന്ന് മനസ്സിലാവും. ആംഗിൾ എ എന്ന് പറയുന്നത് 150 ഡിഗ്രിയുടെ പകുതി 75 ഡിഗ്രി. ആംഗിൾ എ ഈ പറയുന്ന 5π/6ൻ്റെ പകുതി, അതായത് 5π/12 എന്ന് വെച്ചാൽ 5 × 180/12. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കേട്ടോ, ചുമ്മാ എന്തോ ഭ്രാന്ത് കയറി എഴുതാം ഞാനിത്. ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഇത് 150 ഡിഗ്രിയാണെന്ന് എഴുതാം. എന്നിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി. ആംഗിൾ 75 ഡിഗ്രി. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു നിയമം വന്നേ. ഇതിന് ഒരു തീറ്റ 150 ആണെങ്കിൽ ആംഗിൾ എങ്ങനെ 75? അതൊരു നിയമം പഠിപ്പിച്ചിട്ടുണ്ട്, അത് വെച്ചാൽ അത് നിയമം നമുക്ക് പുറകോട്ട് പോയി നോക്കാം. 75 ഡിഗ്രി. അങ്ങനെ ആംഗിൾ എ കിട്ടി. ആംഗിൾ എ കാണാനായിരുന്നു ക്വസ്റ്റ്യൻ. എന്നാലോചിച്ച് ഈ ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഈ തീറ്റ കണ്ടുപിടിച്ചു. L = r തീറ്റ എന്ന ഫോർമുലയിൽ നിന്ന് തീറ്റ L/r വെച്ച് L 10π/3, r റേഡിയസ് 4 വെച്ച് 5π/6 കിട്ടി. അതായത് 150 ഡിഗ്രി ഇവിടെ എഴുതുക. അപ്പോൾ ഈ പറയുന്ന ആംഗിൾ 75 ഡിഗ്രിയാണെന്ന് കിട്ടും. ആംഗിളെ അതിൻ്റെ പകുതി. ഇനി രണ്ട് സൈഡിൽ വെച്ചിട്ടുണ്ട്, എ ബിയും ബി സി. അപ്പോൾ നമ്മൾ ഈ ഉള്ളിലെ ട്രയാങ്കിൾ എടുത്ത് പുറത്തേക്ക് അങ്ങ് വരച്ചു. പുറത്തേക്ക് വരയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം എ ബി സി ആണ് പേര്. ആംഗിൾ സി 60 ആണ്, ആംഗിൾ 75 ആണ്. രണ്ട് ആംഗിളുണ്ട് ട്രയാങ്കിളിൻ്റെ. അപ്പോൾ പിന്നെ മൂന്നാമത്തെ ആംഗിൾ 45 ഡിഗ്രിയാണ്, കാരണം ടോട്ടൽ 180 ആണ്. അങ്ങനെ അപ്പോൾ നിങ്ങൾക്കറിയാം ആംഗിൾ എക്ക് എതിരെ സ്മോൾ എ, ആംഗിൾ ബിക്ക് എതിരെ സ്മോൾ ബി, ആംഗിൾ സിക്ക് എതിരെ സ്മോൾ സി. ലോയർ സൈൻ വെച്ച് A/sin A, B/sin B, C/sin C ഈക്വൽ ആണല്ലോ. അപ്പോൾ A/sin 75 ഡിഗ്രി ഈസ് ഈക്വൽ ടു B/sin 45 ഡിഗ്രി ഈസ് ഈക്വൽ ടു C/sin 60 ഡിഗ്രി. ഈ ബി മാത്രം അവർ തന്നിട്ടുണ്ട് 4√2 എന്ന്. ഇവിടെയെങ്ങാണ്ട് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു 4√2. AC 4√2 തന്നിട്ടുണ്ട്. AC ആണ് 4√2, അത് തന്നിട്ടുണ്ട്. അപ്പോൾ sin 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/√2 ആണല്ലോ. 4√2/1/√2 ആണ് A/sin 75 ഡിഗ്രി. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം എടുത്തു. അപ്പോൾ A × 1/√2 ആണ് sin 75 ഡിഗ്രി × 4√2. sin 75 ഡിഗ്രിയുടെ വില ഈ കണക്കിൽ തന്നെ A പാർട്ട് ഉണ്ടായിരുന്നു. √3 + 1/2√2. നേരത്തെ കണക്കിൽ ചെയ്തായതുകൊണ്ടാണ് ഇവിടെ ചെയ്യാത്തത്. sin 45 ഡിഗ്രി + 30 ഡിഗ്രി ചെയ്താണ് അത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ വിട്ടുമ്പോൾ 2 വരും. 2 × √3 + 1 ആണ്. പേ കാണാനായിട്ട് 2 × √3 + 1/1/√2 ആണ് × √2. അപ്പോൾ 2√2 × √3 + 1 2√6 + 2√2 യൂണിറ്റ് എന്ന ആൻസർ കിട്ടുന്നു. ഒന്നിച്ച് ബ്രാക്കറ്റ് ഇട്ടേച്ച് വേണം യൂണിറ്റ് എന്ന് എഴുതാൻ. അങ്ങനെ സ്മോളായി കിട്ടി. ഇനി സി കാണാനായിട്ട് ഇതെടുത്താൽ മതിയല്ലോ, ഇത് രണ്ടും കൂടെ. 4√2/1/√2 = C/sin 60യുടെ വിലയും നമുക്കറിയാം, √3/2 അത്ര എടുത്താൽ മതി. അപ്പോൾ ഈ 4√2 ×
√3/2 ആണ്. സി ഇൻറ്റു 1/√2. അപ്പോൾ നമുക്കറിയാം സി കാണാൻ 4√2 ഇൻറ്റു √3/2 ഇൻറ്റു √2 ആണ്. അപ്പോൾ ഇത് രണ്ടാവും. ഈ രണ്ടുമായിട്ട് വെട്ടും. 4√3 യൂണിറ്റ് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ബി സി ആണ് സ്മോൾ എ എന്ന് പറയുന്നത്. ഈ പടത്തിൽ ബി സി ആണ് സ്മോൾ എ, അത് കിട്ടി. എ ബി ആണ് സ്മോൾ സി, അതും കിട്ടി. എടുത്തെഴുതിയെന്ന് മാത്രം. 15 കൂടി പഠിപ്പിക്കുകയാണ്. ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 4:2:3. എക്സ്പ്രസ് ദി ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ ഇൻ ഡിഗ്രി മെഷർ, റേഡിയൻ മെഷർ. ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് 4:2:3 എന്ന റേഷ്യോയിലാണ്. ലെറ്റ് ദ ആംഗിൾസ് ബി 4x 2x 3x. എല്ലാ ആംഗിളോടെ കൂട്ടുമ്പോൾ 180. അപ്പോൾ 9x ആണ് 180, x 20. അപ്പോൾ ആംഗിൾസ് 4x എന്ന് പറയുന്നത് 80, പിന്നെ 40, പിന്നെ 60. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 180. ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ലെറ്റ് ദ ആംഗിൾസ് ബി 4x 2x 3x എന്ന് എടുക്കുക. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 180, അതിൽ നിന്ന് 9x 180, x 20 കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ആംഗിൾ 80, രണ്ടാമത്തെ ആംഗിൾ 40, മൂന്നാമത്തെ ആംഗിൾ 60. റേഡിയൻ മെഷറിൽ പറയാൻ പറഞ്ഞിട്ടുണ്ട്. 80 ഡിഗ്രിയെ 5/180 കൊണ്ട് ഗുണിച്ചാൽ മതി, റേഡിയൻ മെഷർ ആയിക്കോളും. 40യെ 5/180 കൊണ്ട് ഗുണിക്കുക, 60യെ 5/180 കൊണ്ട് ഗുണിക്കുക. വെട്ടിക്കളയുക. 4π/9, 2π/9, 3π/3. ടാൻ ഈ 2019 പൈ മൈനസ് എക്സ്, ഈ 2019 പൈ എന്ന് പറയണത് 2πയുടെ രൂപത്തിലേക്ക് ആക്കുക. 2π × 1009 ആണ് 2018. പിന്നെ ഒരു പൈ കൂടെ മതി 2019 പൈ ആകാൻ. അപ്പോൾ ഇതൊരു ഗ്രൂപ്പ് പ്ലസ് പൈ മൈനസ് എക്സ് അവിടെ ഇടട്ടെ. അപ്പോൾ 360യുടെ മൾട്ടിപ്പിൾ വന്ന് 360 പോലെ തന്നെ വായിച്ചാൽ മതി. ടാൻ 360 പ്ലസ് തീറ്റ. നമ്മൾ ആ റിഡക്ഷൻ ഫോർമുല പഠിച്ചപ്പോൾ 360 പ്ലസ് തീറ്റ വരുമ്പോൾ സെയിം ഫങ്ഷനാണ്. കൂടാതെ തീറ്റ ആക്കിയിട്ട് വേണമെന്ന് നിർബന്ധമില്ല 360 പ്ലസ് തീറ്റയ്ക്ക്. അപ്പോൾ പൈ മൈനസ് എക്സ് വന്ന് നോർത്ത് കുഴപ്പമില്ല, ആക്കിയിട്ട് വേണമെന്ന് നിർബന്ധമില്ല. സെയിം ഫങ്ഷനാണ് ഞാൻ പറഞ്ഞല്ലോ. 360 പോലെ തന്നെയാണ് 360യുടെ മൾട്ടിപ്പിൾ വന്നാലും. ഇത് 360 മൾട്ടിപ്പിൾ വന്നാലും 360 പോലെ തന്നെ വായിച്ചാൽ മതി, അല്ലെങ്കിൽ 360 തന്നെ വായിച്ചാൽ മതി. 360 വരുമ്പോൾ സെയിം ഫങ്ഷൻ ടാൻ പൈ മൈനസ് എക്സ്. ഇനി 360യുടെ കൂടെ ഒരു ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കയറും. ഫസ്റ്റ് ലക്ഷം എ. ഓൾ ക്വസ്റ്റിൻ്റെ ആൻസർ പോസിറ്റീവ്. ടാൻ പൈ മൈനസ് എക്സ്, ടാൻ 180 മൈനസ് എക്സ്. 180 വരുമ്പോൾ സെയിം ഫങ്ഷൻ ടാൻ എക്സ്. 180 ഒരു ചെറിയ ആംഗിൾ കുറഞ്ഞാൽ അത് സെക്കൻഡിൽ കിടക്കും. സെക്കൻഡിലെ അക്ഷരം എസ്. സൈനോ കൊസിക്കോ ആണ് ക്വസ്റ്റ്യൻ അല്ല, അതുകൊണ്ട് ആൻസർ മൈനസ്. സെയിം ഫങ്ഷൻ ടാൻ എക്സ്. 180 ഒരു ആംഗിൾ കുറഞ്ഞാൽ സെക്കൻഡിൽ കിടക്കും. സെക്കൻഡിലെ അക്ഷരം എസ്. സൈനോ കൊസിക്കോ ആണ് ക്വസ്റ്റ്യൻ അല്ല, അതുകൊണ്ട് ആൻസർ നെഗറ്റീവ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ട്രിഗ്നോമെട്രി ശരിക്കും നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പോകുന്നില്ലെങ്കിൽ ആരും പഠിപ്പിക്കാൻ വരികയില്ല. പിന്നെ ആ കാര്യം കൃത്യമായിട്ട് ഓർക്കുക. 16ാമത്തെ കണക്ക് വലുതാണ്. 17, 16 വരെയാണ് ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. ഇത്രയും കണക്കുകൾ പഠിച്ച് കൃത്യമായിട്ട് എഴുതിയെടുക്കണം. വൈകിട്ട് പരീക്ഷ ഉണ്ടായിരിക്കും. ഇനി മുതൽ പരീക്ഷ തുടങ്ങാമല്ലോ. വൈകിട്ട് പരീക്ഷയുണ്ട്. ഇന്ന് പഠിപ്പിച്ച ഭാഗത്തു നിന്ന് ആ പരീക്ഷ നമ്മൾ കൃത്യമായിട്ട് എഴുതണം. നമ്മുടെ ടെസ്റ്റ് പേപ്പർ ബുക്കിൽ തന്നെ എഴുതണം. അതിങ്ങനെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും, അന്നേരം കൊണ്ടുവരാനുള്ളതാണ്.